റോമാലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപയും അത്യന്തം വർദ്ധിച്ചു. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ പാപം കൂടുന്ന മനുഷ്യ സമൂഹത്തിനു മുമ്പിൽ പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന വലിയൊരു പ്രഖ്യാപനമാണ് ഈ വാക്യം. പാപം എവിടെല്ലാം പെരുകുന്നോ അവിടെ കൃപ പെരുകിക്കൊണ്ടേയിരിക്കും. എന്നാൽ കൃപ ലഭിക്കുമെന്ന ബോധ്യത്തോടുകൂടെ നാം പാപം ചെയ്യരുത്. ലോകരക്ഷാകര ദൗത്യത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ലോകം മുഴുവനും പാപപങ്കിലമായി തീർന്നപ്പോൾ അതിന്റെ രക്ഷാകരമായ ദൗത്യം അതിനെ വീണ്ടെടുക്കുക എന്നതാണ്. അവിടെ പിതാവാം ദൈവത്തിന് കൃപ തോന്നിയത് കൊണ്ട് മാത്രമാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും ക്രൂശീകരണവും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, ജീവിതത്തിന്റെ പാപപങ്കിലാവസ്ഥകളിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തു. അത് കൃപയുടെ അനുഭവത്തിലാണ്. എന്നാൽ നാം പാപം ചെയ്തതുകൊണ്ട് വീണ്ടും ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാൻ കഴിയുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കൃപയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും നാം പാപം ചെയ്യാതിരിക്കുക. പാപം ചെയ്തതെല്ലാം ദൈവം ക്ഷമിച്ചത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന ബോധത്തോടുകൂടെ നാം ജീവിക്കുമ്പോഴാണ് ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടുവാൻ കഴിയുന്നത്.